വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതുന്നതിന് മുൻപായിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും വരുന്ന ഡൗട്ട്സ് ആണ് പാസ്സാവാൻ തിയറി മാത്രം മതിയോ എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് തിയറി പേപ്പർ മാത്രമല്ല വരുന്നത്, തിയറി പേപ്പറിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, മറിച്ച് നമുക്ക് അസൈൻമെന്റും കൂടി വരുന്നുണ്ട്. കാരണം അസൈൻമെന്റ് പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു തിയറി എക്സാം അല്ലെങ്കിൽ മെയിൻ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം ഈ ഒരു തിയറി പേപ്പർ മാത്രം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിലും പാസ്സായി എന്ന് വിചാരിക്കരുത്. കാരണം തിയറി പേപ്പറിലും അതുപോലെ തന്നെ അസൈൻമെന്റിലും നമുക്ക് സെപ്പറേറ്റ് മാർക്കാണ് വരുന്നത്. അപ്പം അസൈൻമെന്റിൽ നിങ്ങൾ പാസ്സായിരിക്കണം, അതുപോലെ തിയറി പേപ്പറിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. അപ്പം എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ പാസ്സായി കഴിഞ്ഞാൽ എല്ലാത്തിലും മാർക്ക് നമുക്ക് കിട്ടുമല്ലോ, അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പാസ്സാവാലോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ രൂപത്തിലാണ് നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ വാല്യുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു മാത്രം അതത് ടൈം അനുസരിച്ച് പ്രോപ്പർ ടൈമിൽ യൂണിവേഴ്സിറ്റി പറയുന്ന ടൈം അനുസരിച്ച് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സാമിന്റെ ടൈം അനുസരിച്ച് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ എക്സാമിൽ നമുക്കിപ്പോൾ മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മലയാളത്തിലല്ല വരുന്നത്, ഇംഗ്ലീഷിൽ തന്നെയാണ്. പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എക്സാമിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയറി പേപ്പറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലാണ്. അപ്പം തിയറി പേപ്പറിൽ മാത്രം പാസ്സായാൽ പോരാ, ഈ ഒരു മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം അസൈൻമെന്റ് ഒക്കെ പ്രോപ്പർ ടൈമിൽ എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് മാർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്